ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണം ഉത്തരകാണ്ഡത്തിലെ 30-ാം സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. ജിതേ മഹേന്ദ്രേതി ബലേ രാവണസ്യ സുതേന വഹി പ്രജാപതിം പുരസ്കൃത്യൈർലങ്കാം സുരാസ്തതാ. രാവണപുത്രൻ അതിവീര്യവാനായിരിക്കുന്ന മഹേന്ദ്രനെ ജയിച്ചപ്പോൾ ദേവന്മാരെല്ലാവരും പിതാമഹനെ മുൻനിർത്തി ലങ്കയിലേക്ക് ചെന്നു. തത്ര രാവണമാസാദ്യ പുത്രഭ്രാതൃഭിരാവൃതം അബ്രവീത് ഗഗനേ തിഷ്ഠൻ സാമപൂർവം പ്രജാപതി. അവിടെ പുത്രസഹോദരന്മാരാൽ പരിവൃതനായ രാവണനോട് ബ്രഹ്മാവ് ആകാശത്തിൽ നിന്നുകൊണ്ട് സാന്ത്വനത്തില് പറയുകയുണ്ടായി: വത്സ രാവണ, പോരില് നിന്റെ പുത്രനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അവന്റെ വിക്രമൗദാര്യം ആശ്ചര്യകരമാണ്. ഇവൻ നിനക്ക് തുല്യനോ നിന്നെക്കാൾ മീതയോ ആണ്. ജിതം ഹി ഭവതാ സർവം ത്രൈലോക്യം സേന തേജസ. സ്വതേജസ് കൊണ്ട് നീ ത്രിലോകങ്ങളെയും ജയിച്ചല്ലോ. ചെയ്ത ശപഥം സഫലമാക്കി. നിന്റെ പുത്രനിൽ ഞാൻ പ്രീതനായിരിക്കുന്നു. രാവണ, നിന്റെ ഈ പുത്രൻ നിസ്തുല ബലവാനും വീര്യവാനും ലോകത്തില് ഇന്ദ്രജിത്ത് എന്ന പ്രസിദ്ധനുമായിട്ട് മാറും. ബലവാൻ ദുർജയശൈവ ഭവിഷ്യത്തേവ രാക്ഷസ. ഈ രാക്ഷസൻ ബലവാനും ദുർജയനുമായിട്ട് തീരും. രാജൻ, നീ ഇവനെ ആശ്രയിച്ചിട്ടാണല്ലോ ദേവന്മാരെ പോലും അധീനമാക്കിയത്. തന്മുച്ചതാ മഹാബാഹോ മഹേന്ദ്ര പാകശാസന. മഹാബാഹോ പാകശാസ്ത്രനായ മഹേന്ദ്രനെ മോചിപ്പിച്ചാലും അദ്ദേഹത്തെ മോചിപ്പിക്കാൻ വേണ്ടി ദേവന്മാർ ചെയ്യേണ്ടത് എന്താണ്? അപ്പോഴ് അത് തേജസ്വിയും യുദ്ധജേതാവുമായിരിക്കുന്ന ഇന്ദ്രജിത്ത് പറയുകയുണ്ടായി: ദേവാ, ഇവനെ വിട്ടേക്കണമെങ്കിൽ ഞാൻ അമരത്വം വരമായിട്ട് ആവശ്യപ്പെടുന്നു. മഹാ തേജസ്വിയായിരിക്കുന്ന ആ പ്രജാപതി മേഘനാഥനോട് പറഞ്ഞു: ലോകത്തില് നാൽക്കാലികൾക്കും പക്ഷികൾക്കും അതിശക്തിയാർന്ന ഭൂതങ്ങൾക്കും യാതൊരു പ്രാണികൾക്കും തന്നെ സർവാമരത്വം എന്ന അവസ്ഥ ഇല്ല. മരണാന്താനി സർവാണി സ്ഥാവരാണി ചരാണിജ. വൃക്ഷത്തിന്റെ ഉണങ്ങി ഇല പോലും താഴെ വീഴുന്നില്ലേ? അതുപോലെ അചരങ്ങളും ചരങ്ങളും എല്ലാം നാശമുള്ളവ തന്നെ. പ്രഭുവായ പിതാമഹന്റെ വാക്ക് കേട്ട് മഹാബലവനായിരിക്കുന്ന മേഘനാഥൻ അവിടെ നിന്നിരുന്ന അവ്യയനായിരിക്കുന്ന അദ്ദേഹത്തോട് പറഞ്ഞു: എങ്കില് ശതക്രതുവിനെ വിട്ടയക്കാൻ വേണ്ടതെന്താണ് എന്ന് കേട്ടാലും. അഗ്നിയിലെ പതിവായി മന്ത്രപൂർവം ഹോമം ചെയ്താൽ ശത്രുജയം കാക്ഷിക്കുന്ന എനിക്ക് പോരിലിറങ്ങാൻ അശ്വങ്ങളെ പൂട്ടിയ തേര് തെയ്യിൽ നിന്നുളവാകണം. അതിലിരിക്കുമ്പോൾ എനിക്ക് മരണമുണ്ടാകരുത്. ഇതാണ് എനിക്ക് വേണ്ട സുനിശ്ചിതമായിരിക്കുന്ന വരം. തെയ്യിലുള്ള ജപഹോമങ്ങൾ തീരുന്നതിന് മുൻപ് പോരില് പൊരുതേണ്ടി വന്നാൽ ദേവാ, എനിക്ക് വിനാശം വന്നുകൊള്ളട്ടെ. തപസ്സുകൊണ്ടാണല്ലോ എല്ലാവരും അമരത്വം വരിക്കുന്നത് ദേവാ. എന്നാൽ ഞാൻ പരാക്രമം കൊണ്ട് ഈ അമരത്വം നേടും. പിതാമഹൻ അങ്ങനെയാവട്ടെ എന്ന് അവനോട് പറഞ്ഞു. ഇന്ദ്രജിത്ത് ഉടനെ തന്നെ ഇന്ദ്രനെ വിട്ടയച്ചു. ദേവന്മാരെല്ലാം ദേവലോകത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. ഏതസ്മിൻ അന്തരേ രാമ ദീനോ ഭ്രഷ്ടാമരദ്യുതി. രാമ, അന്നേരം ദേവേന്ദ്രൻ ദേവകാന്തി നശിച്ച് ദീനനും ചിന്താകുല ചിത്രമായിട്ട് ധ്യാനത്തില് മുഴുകി. ആ നിലയിലായ അവനെ കണ്ട് ദേവനായ പിതാമഹൻ പറഞ്ഞു: സതകൃതോ, പണ്ട് നീ ഒരു ദുഷ്കൃത്യം പ്രവർത്തിച്ചില്ലേ? പണ്ടൊരിക്കലും ഞാൻ പ്രജകളെയെല്ലാം സർവപ്രകാരത്തിലും ഒരേ വർണ്ണത്തോടെയും ഒരേ ഭാഷയോടെയും ഒരേ രൂപത്തോടെയും അസംഖ്യമായിട്ട് സൃഷ്ടിച്ചു. ആകൃതിയിലോ ലക്ഷണത്തിലോ അവർക്ക് തമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ഏകാഗ്ര മനസ്കനായിട്ട് ആ പ്രജകളെ പറ്റിയിട്ട് ആലോചന ചെയ്തു. പ്രജകളുടെ ഓരോ അവയവത്തിലും നിന്ന് വിശേഷപ്പെട്ടതെല്ലാം എടുത്ത് അവരിൽ നിന്ന് വ്യത്യാസത്തിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ത്രീയെ സൃഷ്ടിച്ചു. അപ്പോൾ ഞാൻ അഹല്യ എന്ന സ്ത്രീയെ രൂപ ഗുണങ്ങളോട് കൂടിയിട്ട് നിർമ്മിച്ചു. ഹലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈരൂപ്യം, വൈരൂപ്യത്തോട് കൂടിയത് ഹല്യം, ഹല്യമില്ലാത്തത് കൊണ്ട് അവൾ അഹല്യ എന്ന് പ്രസിദ്ധയായിട്ട് മാറി. അഹല്യ എന്ന് ഞാൻ അവൾക്ക് പേരിട്ടു ഇന്ദ്ര. ആ സ്ത്രീയെ സൃഷ്ടിച്ച ശേഷം ഞാൻ ഇവൾ ആരുടേതാകണമെന്ന ചിന്തയിലാണ്ടു. ചക്രാപ്രഭോ പുരന്തര, സ്ഥാനവലിപ്പത്താല് ഇവള് എന്റെ പത്നിയാകണമെന്ന് ഭഗവാൻ മനസ്സാ തീരുമാനിച്ചു. അവളെ ഞാൻ മഹാനായിരിക്കുന്ന ഗൗതമ മഹർഷിയെ സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചു. അനേകം വർഷം സംരക്ഷിച്ച ശേഷം അദ്ദേഹം അവളെ തിരിച്ചേൽപ്പിച്ചു. അതിൽ നിന്ന് ആ മഹാമുനിയുടെ മനസ്ഥൈര്യത്തെക്കുറിച്ച് അറിഞ്ഞും തപസ്സും സിദ്ധിയും ഗ്രഹിച്ചും അവളെ അദ്ദേഹത്തിന്റെ പത്നിയായിട്ട് ഞാൻ നൽകി. ധാർമ്മിക, അതിൽ ക്രുദ്ധനായ അങ്ങ് ആ മുനിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ച് കത്തുന്ന തീജ്വാല പോലെയുള്ള ആ കാമിനിയെ കണ്ടെത്തി. കാമാർത്ഥനായ അങ്ങ് കുപിതനായി അവൾക്ക് ചാരിത്രഭംഗം വരുത്തി. അപ്പോഴ് ആശ്രമത്തില് അങ്ങേ ആ മഹർഷി കണ്ടു.
കൃപാകുലനും മഹാതേജസ്വിയുമായിരിക്കുന്ന മഹർഷി അങ്ങയെ ശപിച്ചു ദേവേന്ദ്ര. അതിൽ അങ്ങയ്ക്ക് വിധിബലത്താലുള്ള വിപര്യം വന്നു ഭവിച്ചു. നീ എന്റെ പത്നിയെ നിർഭയം തീണ്ടിയല്ലോ രാജൻ. അതിനാൽ നീ പോരിൽ ശത്രുവിന്റെ കയ്യിൽ അകപ്പെടും. ദുർബുദ്ധയെ, ഈ ഭാവം നീ ഇവിടെ കൈക്കൊണ്ടതിനാൽ മനുഷ്യലോകങ്ങളിലും ഇത് കാണപ്പെടും, സംശയമില്ല. ഇതിൽ പകുതി ചെയ്തയാൾക്കും ബാക്കി പകുതി നിനക്കും കിട്ടും. നിന്റെ സ്ഥാനം സ്ഥിരമായിട്ട് നിലനിൽക്കുകയും ചെയ്യില്ല. യശസ്സുരേന്ദ്ര സ്യാധ്രുവ സാനാ ഭവിഷ്യതി യേശ ശാപോമയോ മുക്ത ഇത്യസോ ത്വാം തഥാ ബ്രവീത്. ആരെല്ലാം ദേവേന്ദ്രനായി വന്നാലും അവരൊന്നും സ്ഥിരമായിട്ട് ഇരിക്കുകയില്ല. നിന്നെ ഞാനിങ്ങനെ ശപിക്കുന്നു. മഹർഷി അങ്ങനെ ശാപം നൽകി. മഹാതപസ്വിയായ അദ്ദേഹം ഭാര്യയെയും സ്പർശിച്ചു. ദുർവിനീതേ, എന്റെ ആശ്രമ സമീപത്തിൽ തന്നെ നീ ജീവനറ്റ് കിടക്കട്ടെ. രൂപയൗവനയുക്തയായിരിക്കുന്ന നീ വ്യവസ്ഥ വിട്ടവളായിട്ട് തീർന്നല്ലോ. അതിനാൽ ലോകത്തിലെ രൂപവതിയായി നീ മാത്രമല്ല ഉണ്ടാകാൻ പോകുന്നത്. പ്രജകൾക്കെല്ലാം നിന്റെ രൂപം തന്നെ ഉണ്ടാകും, സംശയമില്ല. അതൊന്നും മൂലമാണല്ലോ ഇങ്ങനെ ഒരു വിഭ്രമം വന്നു ഭവിച്ചത്. അന്നു മുതൽ ധാരാളം പ്രജകൾ രൂപഭംഗിയുള്ളവരായി. അവൾ അപ്പോൾ ആ ഗൗതമ മഹർഷിയെ പ്രസാദിപ്പിച്ചു. നാഥ, അങ്ങയുടെ രൂപം കൊണ്ട് ഇന്ദ്രനാൽ ഞാൻ അറിയാതെ വഞ്ചിതയായി, കാമം കൊണ്ടല്ല. എന്നില് കനിഞ്ഞ് അരുളണം. അഹല്യ ഇങ്ങനെ അപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഗൗതമൻ മറുപടി പറയുകയുണ്ടായി. ഇക്ഷ്വാകു വംശത്തിലെ മഹാതേജസ്വിയായ ഒരു മഹാരഥൻ അവതരിക്കും. രാമൻ എന്ന ലോകത്തിൽ വിഖ്യാതനായ അദ്ദേഹം വനത്തിലെത്തും. ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ട് മഹാബാഹുവായിരിക്കുന്ന മാധവൻ മർത്യരൂപം ധരിച്ചവനാണ് അദ്ദേഹം. ഭദ്രേ, അദ്ദേഹത്തെ എന്ന് കാണുന്നുവോ അന്ന് നീ പരിശുദ്ധയായിട്ട് മാറും. നീ ചെയ്ത ദുഷ്കൃതം നീക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. അദ്ദേഹത്തിന് ആതിഥ്യം നൽകിയ ശേഷം എൻ്റെ അടുത്തേക്ക് പോരാം. അന്നു മുതൽ നിനക്ക് എന്നോട് നീച്ചു വാഴുകയും ചെയ്യാം. ഇങ്ങനെ പറഞ്ഞ് ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ തന്റെ ആശ്രമത്തിലേക്ക് എഴുന്നള്ളി. ബ്രഹ്മവാദിയായ അദ്ദേഹത്തിന്റെ പത്നിയായ അവള് കൊടും തപസ് ചെയ്തു. ആ താപസന്റെ ശാപത്താലാണ് ഇപ്രകാരമെല്ലാം വന്നത്. മഹാബാഹോ, നീ ചെയ്ത ആ ദുഷ്കൃതം ഓർത്തു നോക്കൂ വത്സ. അതുകൊണ്ടാണ് അങ്ങ് ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ടത്, മറ്റൊന്നും കൊണ്ടല്ല. അങ്ങ് വേഗം വൈഷ്ണവം എന്ന യാഗം ശ്രദ്ധയോടെ ചെയ്താലും ആ യാഗം കൊണ്ട് സംശുദ്ധനായിട്ട് വീണ്ടും അങ്ങേക്ക് സ്വർഗത്തെ പ്രാപിക്കാനായിട്ട് കഴിയും. വാസവ, അങ്ങയുടെ പുത്രനും മഹായുദ്ധത്തിൽ മരിച്ചിട്ടില്ല. മുത്തച്ഛൻ മഹാസമുദ്രത്തിനുള്ളിൽ കൊണ്ടുപോയി വച്ചിരിക്കുകയാണ്. ഇത് കേട്ട് ദേവേന്ദ്രൻ വേഗം തന്നെ വൈഷ്ണവം എന്ന യാഗം ചെയ്ത് വീണ്ടും ദേവലോകത്തിലേക്ക് എത്തി ദേവരാജാവായിട്ട് വാണു. ഇന്ദ്രജിത്തിന്റെ ബലത്തെ ഞാനിങ്ങനെ വിവരിച്ചു. അവൻ ഇന്ദ്രനെ പോലും കീഴടക്കി. മറ്റുള്ളവരെ കുറിച്ച് പറയേണ്ടതുണ്ടോ? ആശ്ചര്യം, ആശ്ചര്യം. ഇങ്ങനെ രാമൻ പറഞ്ഞപ്പോൾ അഗസ്ത്യന്റെ വാക്കുകൾ കേട്ട രാമലക്ഷ്മണന്മാരും വാനര രാക്ഷസന്മാരും പറയുകയുണ്ടായി. ആശ്ചര്യം, ആശ്ചര്യമെന്ന് ആ രാമലക്ഷ്മണന്മാരും വാനരാക്ഷസന്മാരും പറയുകയുണ്ടായി. രാമന്റെ അടുത്തിരുന്ന വിഭീഷണനാകട്ടെ പറഞ്ഞു, ആശ്ചര്യം, പണ്ട് കണ്ടതെല്ലാം ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നു. രാമൻ അഗസ്ത്യനോട് അരുളി, ഞാനെല്ലാം ശരിക്ക് കേട്ടറിഞ്ഞു. ഇങ്ങനെ ദേവേന്ദ്രനെ ബ്രഹ്മദേവൻ വന്ന് മോചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ സർഗത്തിന്റെ പ്രതിപാദ്യ വിഷയം. എല്ലാവർക്കും ശ്രീരാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.